കണ്ടപ്പോൾ വിചാരിച്ചത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ രീതിയിലുള്ള ഒരു ജോണറുള്ള പടമാണ്. പക്ഷേ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് വരുമ്പോൾ നമുക്ക് ആ ഒരു മൂഡ് തന്നെയാണ് പടം നിലനിർത്തുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടത്തിൻ്റെ ആ ഒരു റേഞ്ച് മാറിപ്പോയി. പടം കഥ വേറെ ഇങ്ങോട്ടേക്ക് പോയി. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ നിന്നിട്ട് ഒരു ആക്ഷൻ, ഈ കൊമേഴ്ഷ്യൽ എലമെൻസ് ഉള്ള ഒരു ആക്ഷൻ ത്രില്ലറിലേക്ക് പടം മാറിപ്പോയി. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു സ്പൂഫ് മോഡൽ നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോൾ ഈ അടുത്ത ആറാട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം ആ ടൈപ്പ് ഒരു പടങ്ങൾ കണ്ടാൽ നമുക്ക് ആ ഒരു ഇത് തോന്നും. അതുകൊണ്ട് തന്നെ ഇതിലും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം പടത്തിൻ്റെ ആ ഒരു മൂഡ് മാറി കുറച്ചൊരു ബിഗ് ക്യാൻവാസ് കാണിക്കാനായിട്ട് പടം ആ ഒരു രീതിയിൽ അവരെടുക്കാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് നെഗറ്റീവ്സ് വന്നു പടത്തിൽ. ബാക്കിയെല്ലാം ഓക്കെയാണ്. മേക്കിംഗ് ആയാലും ടെക്നിക്കൽ സൈഡും എല്ലാം ഓക്കെയാണ്. ഗ്രാഫിക്സും ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങളുണ്ട്, അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം മാത്രം എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിലൊരു ബന്ധവുമില്ല. തൃഷയുടെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ നല്ലൊരു ഇതുണ്ട്. കാരണം തൃഷയുടെ ക്യാരക്ടറിലൂടെയാണ് ആ കഥ, ടൊവിനോ ഇങ്ങനെ വരുന്നതും കഥ പോകുന്നതും. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ നമുക്ക് വിചാരിക്കും ആ ക്യാരക്ടർ എന്തിനായിരുന്നു, കാരണം ഒരു റിലവൻസ് ഇല്ല ആ ക്യാരക്ടറിനായാലും. കഥ വേറെ അങ്ങോട്ടേക്കോ പോയി സെക്കൻഡ് ഹാഫിൽ. അതിൻ്റെ ഒരു നെഗറ്റീവ് ഒഴിച്ചു നിർത്തിയ പടം ഓക്കെ, എനിക്കൊരു ആവറേജ് ആയിരുന്നു പടം. കൊള്ളാം. ഫോറൻസിങ്ങിൻ്റെ ടീം ഒന്നിക്കുന്നൊരു പടമാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ആ ഒരു വൈബ് പടം തന്നിട്ടുണ്ട്. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. അതിൽ ഒരു ത്രില്ലർ എക്സ്പീരിയൻസും ആക്ഷനും ആ സീക്വൻസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ തൃശ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്ത തൃശയ്ക്ക് ഒരു വലിയൊരു റോള് കാര്യങ്ങളൊന്നുമില്ല. വിനയുടെ ആക്ടിങ് സ്റ്റൈലും കൊള്ളാം, സ്റ്റണ്ട് കൊറിയോഗ്രാഫി കൊള്ളാം, ഡയറക്ഷൻ ടീം കൊള്ളാം. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് പടം ഫീൽ ചെയ്തേക്കുന്നത്. ടോവിനോ ആസ് യൂഷ്വൽ പെർഫോമൻസ് വലിയൊരു ഹൈലൈറ്റ് സംഭവം ടോവിനോയുടെ അവിടെ വന്നിട്ടില്ല. പക്ഷേ എന്നാൽ കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ ടോവിനോ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. വിനയുടെ ഒരു വില്ലനിസം ഒക്കെ നമ്മൾ കണ്ടുവച്ചേക്കുന്നത് അത് തന്നെയാണ് ഇതിൽ മേക്കിംഗ് സ്റ്റൈല് വന്നേക്കുന്നത്. തൃഷ ടോവിനുള്ള കോംബോ സീൻസുകളൊക്കെ ഉള്ള, പക്ഷേ തൃശയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കുറഞ്ഞു പോയിട്ടാണ് എനിക്കതിൽ ഫീൽ ചെയ്തേക്കുന്നത്. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ ഫാമിലി ഒരു മൂവിയായിട്ട് തന്നെ കൂട്ടാം. ഐഡൻറ്റിറ്റി ഒരു സീറ്റഡ് ത്രില്ലർ വിത്ത് ദ സ്റ്റൈലിഷ് മേക്കിംഗ്. ടോവിനോ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. എടുത്തു പറഞ്ഞാൽ മ്യൂസിക്, ജേക്സ് ബിജോയ്, എൻ്റെ ഒരു സീൻ എലവേറ്റ് ചെയ്യാൻ, ഒരു സീനിൻ്റെ ഇമ്പാക്റ്റ് ഒരു 60% ഉണ്ടെങ്കിൽ മ്യൂസിക് കൂടി വരുമ്പോൾ അതിന് 90-100% എത്തിക്കാൻ ജേക്സ് ബിജോയ്ക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് എൻ്റെ മേക്കിംഗ് വൈസ് അവസാനത്തെ ഒരു 20 minutes ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. ഒരു ആക്ഷൻ സീക്വൻസ് എയർപ്ലെയിനിലുള്ളതുണ്ട്. അത് മലയാള സിനിമയിൽ പൊതുവേ കണ്ടുവരാത്തത്. നല്ല ക്വാളിറ്റിയിൽ CG ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഭയങ്കര കൺവിൻസിങ് രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ഗുഡ്. ത്രില്ലർ മൂവിയാണ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് വരെ. ഇൻ്റർവെൽ കഴിയുമ്പോൾ കുറച്ചധികം ഓവർ കൺഫ്യൂസ്ഡ് ആക്കിയ പോലെ തോന്നി. ബട്ട് എന്നാലും ഇറ്റ് വാസ് ഓക്കെ. ക്ലൈമാക്സ് അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിരുന്നു. തൃശ്ശയുടെ തൃശ്ശയുണ്ട്, അപ്പോൾ സംതിങ് ബിഗ് ആ ഒരു ഫീൽ കിട്ടിയില്ല. തൃശ്ശയുടെ എന്തോ തൃശ്ശ തന്നെ വേണമെന്ന് എനിക്കൊന്ന് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടായിരിക്കാം. ബട്ട് അത് മാത്രം അത്യാവശ്യം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ബാക്കി ടോവിനോ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ത്രില്ലർ മൂവി. തിയേറ്ററിൽ വന്ന് എൻജോയ് കാണാൻ പറ്റിയ മൂവിയാണ്. ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക്, അത്യാവശ്യം സ്റ്റൈലിഷ് ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡു വിസിറ്റ് ഐഡൻറ്റിറ്റി.